പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. എല്ലാവരും ഒരു കഥ പ്രതീക്ഷിച്ചായിരിക്കും വന്നിട്ടുള്ളത്. അങ്ങനെ വന്നവരോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾക്ക് വന്ന കുറച്ച് കമൻസുകൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. ഈ ചാനൽ നമ്മൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം അടുത്തായിട്ടുണ്ട്. അതിൽ എന്നെക്കുറിച്ചുള്ള ആദ്യ പരാതിക്ക് ഞാൻ മറുപടി പറയാം. എൻ്റെ ചാനലിൽ കഥകൾ മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു കഥ, അതിലൊരു കൂടിപ്പോയാൽ 20 മിനിറ്റ് 30 മിനിറ്റ്, മാക്സിമം 50 മിനിറ്റ് 56 മിനിറ്റ് വരെയുള്ള, ഒരു മണിക്കൂറിനടുത്ത് വരെയുള്ള കഥകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സ്ക്രിപ്റ്റിങ് ആവശ്യമാണ്. സ്വാഭാവികമായിട്ട് അതിനായിട്ട് എടുക്കുന്ന സമയമാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ താമസം വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, അടുത്ത കഥ പെട്ടെന്ന് തരണം. ശരിയാണ്, അതിലെനിക്കും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് എന്താ പറയുക, വ്യത്യസ്തത വരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സ്ക്രിപ്റ്റിങ് നടത്താനായിട്ട് കുറേ സമയം ഞാൻ എടുക്കാറുണ്ട്. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രേതകഥകളിൽ എവിടെയാണത് ലോജിക്ക് എന്ന് ചോദിക്കാം. ലോജിക്കില്ല. പക്ഷേ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലുള്ള കഥകൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കും ഒരു കഥ ചെയ്യാൻ. എൻ്റെ കഥകൾ ഭീഷണിപ്പെടുത്തുന്നതാണ്, ഭീകരമാണ് എന്നൊന്നും ഞാൻ ക്യാപ്ഷൻ ചെയ്യാറില്ല. കാരണം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വലിയ, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള വലിയ വലിയ യൂട്യൂബേഴ്സുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഞാനൊന്നുമല്ല. സ്വാഭാവികമായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു പ്രേക്ഷകൻ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അത് പൂർണ്ണമായിട്ട് കേൾക്കുക, ഒരു കഥയുടെ ഫ്ലോ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആ കഥയെ ഫീൽ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. കൃത്യമായിട്ട് പറഞ്ഞാലും ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 3785. അപ്പോൾ അത്രയും സബ്സ്ക്രൈബറേ എനിക്കുള്ളൂ. ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങുമ്പോൾ അനുഭവ കഥകൾ ഉൾപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. ഞാൻ വിചാരിച്ചത് നല്ല അനുഭവ കഥകൾ, നല്ല ഹൊറർ ഇമ്പാക്റ്റുള്ള അനുഭവ കഥകൾ. അപ്പോൾ അങ്ങനെ അനുഭവ കഥകൾ 100 എണ്ണം എടുത്താൽ അതിൽ 85 എണ്ണവും തള്ളായിരിക്കും. അപ്പം അതിൽ ലോജിക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മാത്രമല്ല അത്രയും അനുഭവങ്ങൾ ശേഖരിക്കാനും പാടാണ്. ചിലർ പറയുന്ന റീലായിരിക്കും, പക്ഷെ അവർ പറയുന്നത് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ്. അവരിങ്ങനെ ഒരു സ്ഥലത്തൂടെ സഞ്ചരിച്ചപ്പോൾ എല്ലാവരുടെ മുമ്പിലേക്ക് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ളൊരു ഏരിയ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കമൻസുകളും ആൾക്കാരെന്നെ വിമർശിക്കുന്നതും കഥകൾ അപ്ലോഡ് ചെയ്യാൻ താമസിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു മാസത്തിൽ ഒരു കഥ, അല്ല 2 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ 2 മാസം, ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് ഞാനൊരു കഥ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്കും അതിൽ വിഷമമുണ്ട്. ചില കമൻസ് വരാറുണ്ട്, ഹൊറർ സ്റ്റോറി എന്ന് പറയണ്ട. ഇത് ഹൊറർ സ്റ്റോറി അല്ല. ഇതിലെനിക്ക് ഭയം തോന്നിയില്ല. ഭയത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പേടി തോന്നും. ചിലർക്ക് എന്തെങ്കിലും ഒരു ശകലം കേട്ടാൽ പേടിയാവും, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേട്ടാൽ പേടിയാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭയത്തിൻ്റെ അളവ് പോലെ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കഥ കേട്ടിട്ട് എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഭയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. എൻ്റെ കഥ കേട്ടിട്ട് പേടിച്ചതായിട്ട് ആരും ഇതുവരെ കമൻറ്റും ചെയ്തിട്ടില്ല. അതിനെ ആസ്വദിക്കുക എന്ന് മാത്രമേ ഞാനതിൽ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എന്തെങ്കിലും ഒരു മ്യൂസിക്കിലോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഞാനതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഹൊറർ കഥകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്വാഭാവികത ഉൾപ്പെടുത്തിയാൽ അതിലൊരു ലോജിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ലോജിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാറ്. ഈ പറഞ്ഞ യക്ഷികളെയും പ്രേതങ്ങളെയൊക്കെ ശാസ്ത്രമായിട്ട് കൂട്ടിക്കെട്ടാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരു ലോജിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിലുള്ള ഒരു അവതരണം, അത്രേ ഉള്ളൂ. റേഡിയോ നാടകങ്ങൾ പോലെ, ശബ്ദരേഖകൾ പോലെ. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഈ സൗണ്ട് ട്രാക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീല് ഉണ്ടാക്കാനായിട്ടാണ് ഞാനിതിലേക്ക് സൗണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വലിയ ചാനലുകളുടെ ഇടയിലേക്ക് നമ്മളൊരു കാര്യമായിട്ട് ഇറങ്ങുമ്പോൾ അതിൽ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തത തോന്നണം എന്ന് കരുതിയിട്ടാണ്.
പലരും എനിക്ക് നിർദ്ദേശം തരാറുണ്ട്, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ മ്യൂസിക് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെ കഥ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ മിമിക് ചെയ്യേണ്ടതുണ്ടോ, മിമിക്രി ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ള മറുപടി, മിമിക്രി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല. ഒരു കഥാപാത്രം സംസാരിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് പെട്ടെന്ന് തന്നെ ഒരു കൗണ്ടർ ചെയ്യാൻ ഒരു സൗണ്ട് ചേഞ്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കഥാപാത്രം ഒരു സൗണ്ടിലും മറ്റൊരു കഥാപാത്രം മറ്റൊരു സൗണ്ടിലും സംസാരിക്കുമ്പോൾ ഇത് ആരോട് എങ്ങനെ പറഞ്ഞു എന്നുള്ള സന്ദർഭം പറയേണ്ടി വരുന്നില്ല. എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചൊരു കഥയാണ് ലാസ്റ്റ് ബസ് എന്ന പേരിലുള്ളൊരു കഥ. അപ്പോൾ അതിന് ഏകദേശം കുറേ ഏറെ കമൻസുകൾ എനിക്ക് വന്നു. അപ്പോൾ ആ കമൻസുകളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ പ്രേക്ഷകർ കൂടുമ്പോഴും സബ്സ്ക്രൈബേഴ്സുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും എനിക്ക് ഉള്ളിലൊരു ഭയം തോന്നാറുണ്ട്. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ, നല്ല കണ്ടൻറ്റുകൾ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് സമയമെടുക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അല്ലാതെ കേട്ടതുമൊക്കെയുള്ള കാര്യങ്ങൾ, ഈ കേട്ടറിഞ്ഞ കഥകളുണ്ടല്ലോ, നമ്മൾ ആൾക്കാരിങ്ങനെ പറയുന്ന ഹൊറർ അനുഭവം, അത് ഈ കഥകളിലൂടെ ആഡ് ചെയ്ത് ഞാൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ രീതി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കഥയെ ഞാനതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്ത് എഴുതി സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് വരുമ്പോൾ ഇത്രയും സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരുപാട് സമയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞ കഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും, ഏകദേശം 600ഓളം സബ്സ്ക്രൈബേഴ്സ്. അതായത് ഞാൻ മോണിറ്റൈസ് ആകാനുള്ള കാരണം ആ കഥയാണ്. 37,000-ഓളം ആൾക്കാർ കണ്ടു. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ, ചെറിയ ചാനലിൽ അതൊരു വലിയ വ്യൂവേഴ്സാണ്. അത് ആ കഥയാണ് എനിക്ക് ഒരുപാട് കാഴ്ചക്കാരെ സമ്മാനിച്ച കഥ. അപ്പോൾ അതൊരു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 100 പേര്, എൻ്റെ കഥ ഒരു 100 പേര് കാണണം, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ കഥയിൽ ഇങ്ങനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരണം, ഇത് ഭീകരതയാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ കഥകളുടെ ക്യാപ്ഷൻ കണ്ടാലും നിങ്ങൾക്ക് തോന്നാം, അതിൻ്റെ അകത്ത് കൊടുത്തതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഭയമുള്ളവർ കാണുക. സാധാരണ ഭയമുള്ളവർ ഇത് കാണരുതെന്നാണ് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ക്യാപ്ഷൻ തമ്പനെയിലൊക്കെ കൊടുക്കുക. അപ്പം ഞാൻ കൊടുത്തത് ഇത്രേ ഉള്ളൂ: ഭയമുള്ളവർ കാണുക. കാരണം ഭയമുള്ളവർ കണ്ടാലേ ഇത് പേടിക്കൂ. അവർക്ക് ചെറിയ കാര്യം മതി പേടിക്കാൻ. ഭയമുള്ളവരെ പേടിപ്പിക്കാൻ എളുപ്പമാണ്. ഭയമില്ലാത്തവർ ലോജിക്ക് ആഡ് ചെയ്ത് ഇതിനെ കണ്ടാൽ വിമർശിക്കാനായിട്ട് ഇത് കാണേണ്ട കാര്യമില്ല. ഇതിനെ നിങ്ങളൊരു നേരം പോക്കായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഇതിലെ കഥകൾ എൻ്റെ സൃഷ്ടികളാണ്. കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പലരും നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു കഥ രൂപപ്പെടുത്തുന്നത്. നല്ല കണ്ടൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തോടു കൂടി തന്നെയാണ് ഞാനൊരു കഥ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞ കഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്നെ തേടി വന്നത്, അല്ല ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത്. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകാനുള്ള ഏറ്റവും വലിയ കാരണം ആ കഥയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ആദ്യത്തെ കമൻറ്റ്, ഇത്രയും വൃത്തികെട്ടൊരു കഥ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഫസ്റ്റ് എനിക്ക് വന്ന കമൻറ്റ് അതാണ്: ഇത്രയും മോശമായൊരു കഥ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു കമൻറ്റാണ് ആദ്യം ഞാൻ വായിച്ച കമൻറ്റ്. എനിക്ക് ആദ്യം ഈ കഥ ലോഡ് ചെയ്ത് 10 മിനിറ്റിനുള്ളിലാണ് അങ്ങനെയുള്ളൊരു കമൻറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ കഥ ഏകദേശം 25 മിനിറ്റോളം ഉള്ള കഥയാണ്. 25 മിനിറ്റോളം ഉള്ള കഥയിൽ 10 മിനിറ്റിനുള്ളിൽ, അത് അപ്ലോഡ് ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ അങ്ങനെയൊരു കമൻറ്റ് വന്നപ്പോൾ അതിനെ ഞാൻ അവിടെ ഇടുക തന്നെയാണ്. അതിനെ ഞാൻ മായ്ച്ചു കളയുകയോ, ഇപ്പോഴും നിങ്ങൾക്ക് ആ കഥയുടെ കീഴിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഓർഡിനറി സിനിമ പോലെ തോന്നുന്നു, ഓർഡിനറി സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ തോന്നും. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആ ബസ്സിലൊരു കുടിയൻ കയറുന്നുണ്ട്, എൻ്റെ കഥയിലും ബസ്സിലൊരു കുടിയൻ കയറുന്നുണ്ട്. ഞാനൊരു പരീക്ഷണാർത്ഥം കഥാപാത്രങ്ങൾ സൗണ്ട് കൊടുക്കാൻ തുടങ്ങിയത് അവിടെ തൊട്ടാണ്. പശ്ചാത്തലം ബസ്സാണ്, അതിലൊരു കുടിയനുണ്ട്. അപ്പോൾ ഈ അതിലെ ബാബുരാജ് അവതരിപ്പിച്ച കഥാപാത്രം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്, ഒരുപാട് വൈറലായ ഒരു കഥാപാത്രമാണ്, പ്രേക്ഷകരെ ഒരുപാട് ആകർഷിച്ചൊരു കഥാപാത്രമാണ്. അത് ആ രൂപം നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ ബസ്സും ഇങ്ങനൊരു കുടിയനും അയാളുടെ ഒരു സംസാര ശൈലിയും കൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയായിട്ട് ബന്ധമുള്ളൊരു തോന്നും. പക്ഷേ കാണുന്നവർക്കറിയാം ആ കഥയും അതുമായിട്ട് പശ്ചാത്തലം ഒന്ന് വന്നു പോയെങ്കിലും ആ കഥയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ കഥയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് എനിക്ക് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അതിന് കാരണം മറ്റൊന്നുമല്ല, വിമർശിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ കഥ കൊള്ളില്ല, ചിലർ പറയാറുണ്ട് താങ്കളുടെ കഥ കൊള്ളില്ല, അല്ലെങ്കിൽ കഥ കൊള്ളില്ല. ഓക്കെ,
അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. കാരണം എല്ലാ കഥകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ആകാശദൂത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മളെ ഒരുപാട് കരയിച്ച, രണ്ടാമത് കാണാൻ നമുക്കൊരിക്കലും താല്പര്യമില്ലാത്തൊരു സിനിമയാണ് ആകാശദൂത്. ആ സിനിമയെ വിമർശിക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പ്രേക്ഷകർ പല തരത്തിലുള്ളവരാണ്. അപ്പോൾ എൻ്റെ കഥകൾ കാണാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത അമാവാസി എന്ന കഥയെ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയറി നിൽക്കുന്നത്. ഇപ്പം നിലവിൽ ഇതുവരെ ഞാൻ ചെയ്ത 8 9 കഥകളിൽ 10K വരെ എത്തിയത് ഒരു കഥയേ ഉള്ളൂ. അത് അമാവാസി എന്ന് പറഞ്ഞ കഥയാണ്. അത് മാത്രമാണ് 10K എത്തിയത്. ബാക്കിയുള്ളതൊക്കെ മാസങ്ങൾ കൊണ്ടാണ് ഒരു 4K എന്നോ 3K എന്നോ ഒക്കെ മുമ്പിലേക്ക് പോകുന്നത്. അതിലെനിക്ക് യാതൊരു എന്താ പറയുക ഫീലിങ്സ് ഇല്ല. കാരണം ആ കഥ ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അല്ലെ അത്രയും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കഥകളിലുള്ള വ്യത്യസ്തത, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള കഥകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത മറ്റൊരു രീതിയിൽ കഥ പറയുന്ന അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ വരുമ്പോൾ, അല്ലെങ്കിൽ വിജയിച്ചൊരു കണ്ടന്റ് എടുത്തിട്ട് അതുപോലെ തന്നെ മറ്റൊരെണ്ണം ചെയ്യുമ്പോൾ എനിക്കും അത് ബോറടിക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഫീല് വെച്ചിട്ടാണ് ഞാൻ ആ കഥ ചെയ്യുന്നത്. ഡബ്ബിങ് ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. ഞാൻ ഡബ്ബിങ്ങിൽ ഒന്നുമല്ല. ഡബ്ബിങ്ങിൽ ഞാൻ ആരുമല്ല. ഞാൻ ഇതുവരെ ഒന്നിനും ഡബ് ചെയ്തിട്ടില്ല. ഞാനിതെൻ്റെ സ്വന്തം ചാനലായതുകൊണ്ട് മാത്രമാണ് ഡബ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ശബ്ദം അത്ര മനോഹരമാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അവതരണത്തെക്കുറിച്ച് ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോൾ സന്തോഷമുണ്ടാകും. സ്വാഭാവികമായിട്ടും ഒരു കണ്ടന്റ് നമ്മുടെ അടുത്ത് വെച്ചു, ആ കണ്ടന്റ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതിൽ സന്തോഷം തോന്നും. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ നമ്മളെ എൻകറേജ് ചെയ്യുമ്പോൾ ചിലർ വളരെ ഫീലിങ്ങിലാണ്, അല്ലെങ്കിൽ അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ഒരു ലൈക്കും അല്ലെങ്കിൽ അവരുടെ ഒരു കമൻസും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ ഒരു സൃഷ്ടി, അല്ലെ നമ്മുടെ ഒരു കഥാപാത്രത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സന്തോഷം തോന്നും. നിങ്ങളെപ്പോലെ തന്നെ. ലാസ്റ്റ് ബസ് എന്ന കഥയുടെ അടിയിൽ വന്നൊരു കമൻറ്റ്, അത് ഞാൻ വായിച്ചു നോക്കി. അതിൽ ഒന്നാമത്തെ കമൻറ്റ് വേസ്റ്റ് എന്നാണ്. സന്തോഷം. അയാൾക്കത് വേസ്റ്റായിട്ട് തോന്നി. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കാം. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് നല്ലതാണെന്ന് പറയും, ചിലർ തീർത്തും കൊള്ളില്ല എന്ന് പറയും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ആ കമൻറ്റ് ബാധിക്കുന്നത് എന്നെ മാത്രമാണ്. കാരണം ഞാൻ ചെയ്തൊരു കാര്യം മോശമാണെന്ന് ഒരാൾ പറയുന്നു, സന്തോഷം. പക്ഷേ രണ്ടാമത് വന്ന കമൻറ്റ് അതത്ര നല്ല കമൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അയാൾ തന്നെ അടുത്ത നിമിഷം മറ്റൊരു കമൻറ്റ് കൂടി ചെയ്തു. അതായത് ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ പെയ്ഡ് പ്രൊമോഷനാണോ എന്നാണ് ചോദ്യം. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കമൻ്റല്ല. കാരണം പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത്രയും വേസ്റ്റ് ആയിട്ടുള്ള കഥയ്ക്ക് ഇത്രയും ആൾക്കാർ എങ്ങനെ കമൻറ്റ് ചെയ്യുന്നു എന്നായിരിക്കും അതിൻ്റെ ഉള്ളടക്കം. ഉദ്ദേശിച്ചത് അതാണ്. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കഥയ്ക്ക് ഇത്രയും ആൾക്കാർ കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അകത്തുള്ളത്? അല്ലെങ്കിൽ അത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ഈ ചാനൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതിനാണ് നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണാതിരിക്കാനാണ് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളത്. നമുക്ക് അടുത്ത കഥകളിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും എൻ്റെ കഥകളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏത് കണ്ടന്റ്, അല്ലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് സിങ്ക് ആകാത്തതെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കും. അത് ഒരു നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്ന ഭാഗം, അല്ലെ ഇയാളെ ഹർട്ട് ചെയ്തു, അല്ലെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഈ ഭാഗം കൊള്ളില്ല, ആ ഭാഗം വേണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യാം. എനിക്ക് യാതൊരു പരാതിയുമില്ല. കാരണം ഞാനൊരു പൂർണ്ണമായിട്ടും എല്ലാ സെറ്റപ്പോടും കൂടി, അല്ലെങ്കിൽ ഭീകരമായിട്ടൊരു കാര്യം അവതരിപ്പിക്കുന്നു എന്നുള്ള അവകാശവാദവും എനിക്കില്ല. എൻ്റെ മുമ്പിൽ ഞാനൊരു കഥ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണം അനുസരിച്ചാണ് ഞാൻ അടുത്ത കഥ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാത്തരം കമൻറ്റുകളും ഞാൻ ആസ്വദിക്കാറുണ്ട്. എല്ലാ കമൻറ്റിനും ലൈക്കും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബിന് അത് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കേട്ടത്. തൊഴിലായിട്ടോ ധനം സമ്പാദിക്കാനുള്ള മാർഗമായിട്ടോ കാണുന്നില്ല. പിന്നെ യൂട്യൂബ് തരുന്ന പൈസ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമ്പോൾ അവർ തരും. എനിക്കല്ലാതെ ഈ 37,000 പേരാണ് ആ വീഡിയോ കണ്ടത്. ഈ 37,000 പേർക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. പിന്നെ ഒരാളുടെ അഭിപ്രായം അയാൾ പറയുന്നതാണ്.
അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകരെ, കമൻറ്റ് ചെയ്ത പ്രേക്ഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് കമൻറ്റ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് മോശമാണ്. സ്വാഭാവികമായിട്ട് അയാളുടെ പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് എനിക്കങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് ഇതിൽ വരാനുള്ള കാരണം എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഇത്രയും റീച്ചുള്ള, അല്ലെ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയുടെ അടിയിൽ വന്നിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ചാനലിലേക്ക് കുറച്ച് പേര് ഇതാരാണ് എന്നറിയാനായിട്ട് സെർച്ചിങ് ഉണ്ടാവും. ഇത് സാധാരണ കോമൺ യൂട്യൂബേഴ്സ് അവലംബിക്കുന്നൊരു കാര്യമാണ്. മറ്റൊരു ചാനലിൻ്റെ അടിയിൽ പോയി തെറി വിളിക്കുക, അല്ല മറ്റൊരാളെ മോശമായിട്ട് പറയുക. അങ്ങനെയല്ല നമ്മൾ റീച്ച് ഉണ്ടാകേണ്ടത്. അങ്ങനെയൊന്നുമല്ല നമ്മൾ റീച്ച്. നമ്മുടെ കണ്ടൻറ്റ് ബെസ്റ്റ് ആണെങ്കിൽ, അല്ല നമ്മുടെ കണ്ടൻറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആളുകൾ നമ്മളെ തേടി വരും. അനിയൻ മനസ്സിലാക്കേണ്ടത് ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകരെയാണ് തീരുമാനിക്കുന്നത്. അവർക്ക് എന്നെ കാണണമെന്നോ അല്ലെങ്കിൽ എൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. ഞാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ, ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നാവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഞാനത് ആവശ്യപ്പെടുന്നതനുസരിച്ച് കൂടുതലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 1-2 സബ്സ്ക്രൈബേഴ്സ്, അല്ലെ 3-4 പേര് 5 പേരൊക്കെ ദിവസവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൽ സന്തോഷം. കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടു. അവരുടെ സ്വകാര്യമായിട്ടുള്ള അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ എന്നെ കേട്ടപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി, അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തു. അല്ലാതെ അവർക്ക് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്ന അവരുടെ അഭിപ്രായത്തെ മാനിക്കാത്തതിന് തുല്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ചാനലിൻ്റെ അടി വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചാനലിൽ അല്ലെ താൻ മിടുക്കനാണെന്ന് തോന്നുമെന്നോ അങ്ങനെയൊന്നുമല്ല പ്രേക്ഷകരെ നിങ്ങൾ ആകർഷിക്കണം. നിങ്ങളുടെ കണ്ടൻറ്റുകൾ നല്ലതാക്കാൻ ശ്രമിക്കുക. ഞാനൊരു ചാനലിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. കാരണം അത് എൻ്റെ ചാനൽ എപ്പോഴെങ്കിലുമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക്. മാസമല്ല, ഞാൻ മാസത്തിലൊരിക്കലാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ്റിന് ദാരിദ്ര്യം വരുന്ന സമയത്ത് ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് കൃത്യമാണെന്നും കറക്റ്റാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഡബ് ചെയ്യാൻ ഒരുപാട് വൈകാറുണ്ട്. അപ്പം ഇതൊരു സ്ക്രിപ്റ്റഡാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കും. അത് ഇഷ്ടമുള്ളത് അവർ കൂടുതൽ കാണും, ഇഷ്ടമില്ലാത്തവർ കാണില്ല. ശരിക്കും ഈ ലാസ്റ്റ് ബസ് 37,000 പേര് കണ്ടപ്പോൾ അതിനുള്ള കണ്ടൻറ്റ് അതിലുണ്ടോയെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതെൻ്റെ അതിനുള്ള അത്രയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വളരെ ചെറിയൊരു ഏകദേശം 600ഓളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ ഒറ്റ കഥയിൽ നിന്ന് കിട്ടി. അതിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ കഥ കണ്ടിട്ടാണ് പലരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അവർക്കത് വ്യത്യസ്തമായി തോന്നും. അതുപോലെ വാവ് എന്ന് പറഞ്ഞൊരു കഥ, അതിൽ ഹൊറർ കണ്ടൻറ്റുകളൊന്നുമില്ല. ജസ്റ്റ് ഒരു അവസാന ക്ലൈമാക്സിനുള്ളൊരു ചെറിയ ഹൊറർ എഫക്റ്റ് മാത്രമേ അതിനുള്ളൂ. ബാക്കിയെല്ലാം അല്ല എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ, അല്ല ഞാൻ പഠിക്കുകയും ചോദിക്കുകയും കണ്ടും കേട്ടും അറിഞ്ഞ കുറേ അറിവുകളാണ് അതിലൂടെ ഞാൻ പങ്കുവച്ചത്. അതിന് ആ കഥയ്ക്ക്, വാവ് എന്ന് പറഞ്ഞ കഥയ്ക്ക് എനിക്ക് കിട്ടിയ പ്രതികരണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി. കാരണം അത് അധികം റീച്ചില്ലാത്ത ഒരു കഥയാണ്. ഒരു ഏകദേശം 7,000-ഓളം ആൾക്കാരെ അത് കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഏറിയതിന് ശേഷം എനിക്ക് വന്ന കമൻറ്റുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം ഇമോഷൻസിലുള്ള ഒരുപാട് കമൻസുകൾ. എൻ്റെ കണ്ണ് നിറഞ്ഞു, എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ മരിച്ചുപോയവരെ ഓർത്തു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. നമ്മൾ ഒരു കണ്ടന്റ് അവതരിപ്പിച്ചു, അത് മറ്റൊരാൾക്ക് ഒരുപാട് ചിന്തിച്ചു, അവരൊരുപാട് അറിവ് കിട്ടി, അവർക്ക് ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തയുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കണ്ടന്റ് എൻ്റെ മാത്രം സൃഷ്ടിയാണ്. ഞാനത് എങ്ങൊന്നും കണ്ടന്റ് ചിരണ്ടാറില്ല. എനിക്ക് തോന്നുന്ന കുറേ ചിന്തകളിലൂടെ അതിലൊരു ഹൊറർ ഇമ്പാക്റ്റ് നൽകി ഞാനത് അവതരിപ്പിക്കുന്നു. അല്ലാതെ ഇത് കണ്ട് ആൾക്കാർ പേടിക്കണം, ചരട് ജപിച്ച് കെട്ടണം, ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഉറങ്ങരുത്, അവർ ഉറങ്ങാതെ വരച്ചിരിക്കണം. അതുകൊണ്ട് എൻ്റെ തമ്പനയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു കഥയ്ക്ക് ഒരു പേര് നൽകും. ആ പേരിനെ സംബന്ധിക്കുന്ന രീതിയിലായിരിക്കും ആ കഥ മുന്നോട്ട് പോവുക. അപ്പോൾ തമ്പനയിൽ ഏത് തരത്തിലുള്ള കഥയാണ്, അല്ലെ ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്, അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹൊറർ സ്റ്റോറി എന്ന് കൊടുക്കുന്നത്. അതിൽ വലിയ ഹൊറർ ഇമ്പാക്റ്റ് ഒന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്കങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അത് പേടിയുള്ളവർ കാണുക. പേടിയുള്ളവർ കണ്ടാൽ അത് അവർക്ക് പേടി തോന്നും.
എന്നോട് എത്ര ആൾക്കാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ആ കഥയൊന്നും കണ്ട് എനിക്കൊന്നും പേടി തോന്നിയില്ല. പേടിക്കാനല്ല ഞാൻ ആ കഥ ചെയ്യുന്നതെന്ന് അവരോട് പറയാം. പേടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. ഇനി ആരെങ്കിലും പേടിച്ചാൽ സന്തോഷം. കാരണം ഹൊറർ സ്റ്റോറി എന്നുള്ള വാക്ക് അപ്പം അർത്ഥമുള്ളതാവും. അപ്പം അത് പേടിപ്പിക്കുക എന്നുള്ളതല്ല. ഓരോ ആൾക്കാരുടെ ഓരോ കോണിൽ നിന്നുള്ള അല്ലെ ഓരോ ആംഗിളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളാണ് എൻ്റെ കഥകളിൽ ഞാൻ ശ്രമിക്കുന്നത്. എല്ലാ പ്രേതങ്ങളും എല്ലാ ആത്മാക്കളും ആളെ കൊന്ന് ചോര കുടിക്കാൻ നടക്കുന്ന എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. നമ്മുടെ മുമ്പിലേക്ക് വെള്ളസാരി ഉടുത്ത് വരുന്ന ഏത് രൂപത്തെ കണ്ടാലും നമ്മൾ ബോധം കെട്ട് വീഴും. അല്ലാതെ ആ പ്രേതത്തെ വിളിച്ച് നമ്മൾ കസേരയിലിരുത്തി സംസാരിച്ച് ചോരയുടെ മണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുമ്പിൽ വന്ന വെള്ളസാരി ഉടുത്തിരിക്കുന്ന ആൾ പ്രേതമാണെന്ന് അത്ര നേരമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അതൊരു പുറത്തരമല്ലേ. അപ്പം ലോജിക്കിന് ചേരുന്ന രീതിയിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു കഥ മാത്രമാണ്. അപ്പം എൻ്റെ മനസ്സിൽ അതൊരു അല്പം ഭീകരതയെ കൊടുക്കും. വലിയ ഭയപ്പെടുത്തലുകളൊന്നുമില്ലാത്ത അല്ല വലിയ നുണകളില്ലാത്ത ഒരു കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് പരാജയപ്പെട്ട ഒരു പാവത്തിൻ്റെ രോദനമായിട്ട് ഞാനതിനെ കാണുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അതേ അബദ്ധത്തിൽ എൻ്റെ കഥ കണ്ടു. ആ കഥ കണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിലെ കമൻസ് കണ്ടപ്പോൾ അതിനുള്ളതെല്ലാം അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അത് വിമർശിക്കാം നിങ്ങൾക്ക്. ആ കഥ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിനുവേണ്ടി കമൻറ്റ് ചെയ്തവരെല്ലാം പെയ്ഡഡ് ആണെന്ന് പറയുമ്പോൾ അവർ കൂലി വാങ്ങി എന്നെ സഹായിക്കുന്നു എന്നുള്ള രീതി വരുമ്പോൾ ആ പ്രേക്ഷകരുടെ നിലവാരത്തെ വരെ അവരുടെ അഭിമാനത്തെയാണ് അല്ല അവരുടെ അഭിപ്രായത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതൊരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതിന് മറുപടി പറയുന്നത്. ആ കമൻറ്റ് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടില്ല. ഇപ്പോൾ ആ കമൻറ്റ് തിരഞ്ഞു പോയാൽ നിങ്ങൾക്കത് കിട്ടില്ല. കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തു. ഒരു ചാനലിൻ്റെ അടിയിൽ പോയി തെറി വിളിക്കുക, അയാൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, അയാളുടെ പേരെടുത്ത് ചീത്ത വിളിക്കുക, അങ്ങനെ ചാനലിനെ വൈറലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ചാനൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോൾ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ചാനലുകളിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചാനൽ ഉടമകൾ വന്ന് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു സാധാരണ ഒരു സബ്സ്ക്രൈബറിന് പറയാം, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇന്ന സാധനം ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട് ആ കമൻസ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തികെട്ടൊരു കഥ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ കമൻറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ബസ് എന്നുള്ളതിൽ ഫസ്റ്റ് വന്ന കമൻറ്റ് അതാണ്. അപ്പോൾ ആ കഥയാണ് എനിക്ക് 37,000 വ്യൂവേഴ്സിനെ തന്നുകയും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകാൻ സഹായിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ കമൻറ്റ് ഒരു ഐശ്വര്യമായിട്ട് ഞങ്ങളൊന്ന് ആ കമൻറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കഥ കുറച്ചുകൂടെ നന്നാക്കണം. ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബറുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് ഭയമുണ്ട്. കാരണം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് 1000 പേരെ തൃപ്തിപ്പെടുത്തിയാൽ മതിയായിരുന്നു. ഇപ്പം എനിക്ക് 3000-ഓളം സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പോൾ ഈ 3000 പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകൾ അത് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയമുണ്ട് ഒരു കഥ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ. എനിക്കാണ് ഭയം. ഹൊറർ സ്റ്റോറി നിങ്ങളെ കാണിക്കുമ്പം ശരിക്കും പേടിക്കുന്നത് ഞാനാണ്. ഞാൻ പേടിയോടുകൂടിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ ലോജിക്കൽ അല്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് നീക്കം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഹൊറർ സ്റ്റോറിയിൽ ലോജിക്കിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ലോജിക്ക് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും സന്ദർഭത്തിനും യോജിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഒരാൾ പേടിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയി പേടിച്ചു, അപ്പോൾ അയാൾ എങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അല്ല ഒരാൾ രാത്രിയിൽ സെമിത്തേരിയുടെ നടുക്കൂടെ നടന്നു പോവുകയായിരുന്നു, അയാൾ ആ സെമിത്തേരിയുടെ നടുക്ക് ചെല്ലാനൊരു കാരണം വേണ്ടേ? ചുമ്മാ രാവിലെ ആരെങ്കിലും ചുമ്മാ വെറുതെ സെമിത്തേരിക്ക് എത്തുക കയറുമോ? ഇല്ല. അപ്പോൾ ഒരു സന്ദർഭം സൃഷ്ടിച്ചിട്ട് ആ സന്ദർഭത്തിൽ ഒരു ഹൊറർ ഇമ്പാക്റ്റ് കൊടുത്ത് അതിൻ്റെ അവസാനം ആ കഥ തീരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രേക്ഷകരെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടറോ ഒരു കഥാപാത്രത്തിൻ്റെ സംഭാഷണമോ എന്തെങ്കിലുമൊക്കെ അവരെ അത് ആകർഷിപ്പിക്കാൻ രീതിയിലുള്ള ഡയലോഗ്സൊക്കെ ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ അത് ആ കഥാപാത്രത്തിൻ്റെ വിജയമാണ്. ആ കഥാപാത്രങ്ങളെ എടുത്തിട്ട് ചിലർ ഈ ആൾ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രം നന്നായിരുന്നു, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ സംഭാഷണം കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വളരെ ഞാൻ സൃഷ്ടിച്ച ഒരു കഥാപാത്രത്തിൻ്റെ വിജയമായിട്ട് കാണുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും അതിലൊരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ
ഈ അനിയനോട് എനിക്ക് പറയാനുള്ളത്, ഈ അനിയൻ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവാരം താഴെ പോകും. കാരണം മറ്റൊരാളെ കുറ്റം പറഞ്ഞോ മറ്റൊരാളുടെ ചാനൽ യുദ്ധങ്ങൾക്കോ ഒന്നിനും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന കഥകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മാത്രമാണ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് എഴുതി കാണിക്കാറുള്ളൂ. ഞാൻ എൻ്റെ ചാനലിൽ എപ്പോഴും ഇടയ്ക്ക് എഴുതി കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ വന്ന 3000-ഓളം ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. കഥകൾ താമസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ, എൻ്റെ പ്രേക്ഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ, അല്ലെ എനിക്ക് നല്ല കമൻസുകൾ തന്ന, അല്ലെ എന്നെ എൻകറേജ് ചെയ്യിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കമൻറ്റുകൾക്ക് അവരെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയവരാണ്, അല്ലെ ഞാൻ പൈസ അങ്ങോട്ട് കൊടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് കമൻറ്റ് ചെയ്തവരാണ്. അപ്പോൾ അവരെല്ലാം വ്യക്തികളാണ്, ഓരോരുത്തരും ഓരോ വ്യക്തിത്വങ്ങളാണ്. ആ വ്യക്തിത്വങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റുകൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് ചെയ്യുമ്പോൾ അതിലൊരു അന്തസ്സ് കാണിക്കും. അപ്പം അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. അത്രയും കമൻസുകളെ, അല്ലെ ഏകദേശം അതിൻ്റെ അകത്ത് 70ഓളം കമൻസുകൾ, ഈ 70ഓളം കമൻസുകൾ അല്ലെ 60ഓളം കമൻസുകൾ, 60ഓളം വ്യക്തികളെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെല്ലാം പൈസ വാങ്ങി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ശരിയായില്ല. അതുകൊണ്ട് അനിയൻ്റെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. അനിയനോട് എനിക്ക് പറയാനുള്ളത്, അനിയൻ്റെ ചാനൽ, ആ ചാനലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ ഈ കൂടുതൽ റീച്ചുള്ള കഥകളുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കഥ ഞാൻ കാണത്തില്ല, നിങ്ങളുടെ അവതരണം കാണാൻ ഇഷ്ടമില്ലെന്നൊരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അയാൾ അതേ ആൾ വീണ്ടും കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഈ കഥ ശരിയായില്ല. അപ്പോൾ അയാൾ വീണ്ടും എന്തിനാണ് ഈ കഥ കാണുന്നത്? എൻ്റെ അവതരണം ഇഷ്ടമില്ലാത്ത ഒരാൾ വീണ്ടും എൻ്റെ കഥ കാണുന്നു, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നു. അപ്പോൾ അത് കാണാതിരുന്നാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാനത് പറയുന്നുണ്ട്. എൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്താൽ സന്തോഷം. ഇത്രയും ഞാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു ചാനലിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങളുടെ കഥ കൊള്ളില്ല, നിങ്ങളുടെ കഥ ബോറാണ്, ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അയാളുടെ ക്രിയേഷൻ ചെയ്യുന്നു, അയാളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അയാൾ അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹൊറർ ചാനലുകളുണ്ട്. അതിൽ അയാളുടെ ഇഷ്ടങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടം അവതരിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ പാറ്റേണിൽ ഞാൻ എൻ്റെ കഥ പറയാൻ ശ്രമിക്കുന്നു. വ്യത്യസ്തത ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ എന്നെ തേടി വരുന്നു. അവർക്ക് ആ കഥ ഇഷ്ടപ്പെട്ടാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും എൻ്റെ വിജയമാണ്. എൻ്റെ കഥകൾ കാണുന്നതും അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളാണ് എന്നെ നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ അഭിപ്രായവും അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല കമൻറ്റുകളുമാണ് എന്നെ കൂടുതൽ നല്ല സൃഷ്ടികൾക്കും ഉത്തരവാദിത്വമുള്ളവനുമാക്കി തീർക്കുന്നത്. നിങ്ങൾക്ക് തരുന്ന കണ്ടൻറ്റ് നല്ലതാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ കഥകളിടാൻ കുറച്ച് താമസിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ അവതരിപ്പിക്കുന്ന കഥകൾ ഒരുപാട് മെച്ചപ്പെടുത്താൻ ഓരോ പ്രാവശ്യവും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് താമസിക്കും. അതുകൊണ്ട് ദയവായി പ്രേക്ഷകരോട് ക്ഷമിക്കുക. ഒരു കഥയ്ക്ക് മുമ്പ് അടുത്ത കഥ എന്താണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത കഥയുടെ പേരായിട്ട് ഞാൻ പോസ്റ്റർ ഇട്ടിരിക്കുന്നത് മണ്ണെണ്ണ എന്നാണ്. ആ കഥയുടെ പേര് മണ്ണെണ്ണ എന്നാണ്. അപ്പോൾ അതിന് ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പേരിൽ എന്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണെണ്ണ എന്നൊരു പേരിടുമ്പോൾ അതിൽ നിന്നും ആ പേര് കേട്ടിട്ട് കുറച്ച് പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും പ്രതികരിച്ചില്ല. ആ പേരിനെ സംബന്ധിച്ച് കുറേ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചു. ആരും അങ്ങനെ ചോദ്യം ചോദിച്ചില്ല. അപ്പോൾ എനിക്കറിയാം, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് അറിയാം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും. അതുകൊണ്ട് കണ്ടിട്ട് വിലയിരുത്താനായിട്ട് കാത്തിരിക്കുന്ന നല്ല പ്രേക്ഷകരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് അവരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നല്ല കമൻറ്റുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുക. പുതിയ കഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യത്യസ്തമായൊരു കഥ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമാക്സും നല്ലൊരു ഫീലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഇത്രയും നേരം
കേട്ടിരുന്നതിന് നന്ദി. നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹൃദയപൂർവ്വം വിതുര.